തിരുവനന്തപുരം ശംഖുമുഖം തീരം കടലെടുത്തു. 50 മീറ്ററോളം ദൂരം കടൽ കരയിലേക്ക് കയറി. തീരത്തോട് ചേർന്ന് നിർമ്മിച്ച നടപ്പാതയും കടലേറ്റത്തിൽ തകർന്നു. ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, ശംഖുമുഖം തീരം ഒരു കാലത്ത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രം ആയിരുന്ന ഒരു സ്ഥലമാണ്. അത് കുറേ കാലമായി ആ തീരം ഇങ്ങനെ കടലെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ നടപ്പാതയിലേക്ക് വരെ എത്തുന്ന രീതിയിൽ, നടപ്പാത പോലും തകരുന്ന രീതിയിലുള്ള ഒരു കടലേറ്റമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എപ്പോഴായിരുന്നു ഈ കടലേറ്റം ഉണ്ടായത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശംഖുമുഖം തീരം വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട തീരമായിരുന്നു. കാരണം ഇവിടെ എത്തിയാൽ ഇവർക്ക് തീരത്ത് കൂടി വളരെ ദൂരം നടക്കാൻ സാധിക്കും. അതിനനുയോജ്യമായി തന്നെ ടൂറിസം വകുപ്പ് ഇരിപ്പിടവും മറ്റുമൊക്കെ തീർത്ത് വളരെ മനോഹരമാക്കിയിരുന്ന ഒരു തീരമായിരുന്നു. പക്ഷേ 2018 ഓഖിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ശംഖുമുഖം തീരത്തേക്ക് കടൽ കൂടുതൽ കയറി വരുന്ന ഒരു പ്രതിഭാസമുണ്ടായത്. അന്ന് ഈ റോഡിന് സമീപം വരെ കടലെത്തുകയും റോഡ് ഒരു ഭാഗം തകരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം തീരം ഏകദേശം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും ഇത്തരത്തിൽ ശംഖുമുഖത്ത് തീരം കുറഞ്ഞു വരുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഒരു തീരശോഷണം സംഭവിക്കുന്നു. കടൽ കൂടുതൽ കരയിലേക്ക് കയറി വരുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നു. ഏകദേശം 50 മീറ്ററോളം ദൂരം ഇതിനകം തന്നെ കടൽ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നത്. നേരത്തെ ഈ തീരം നഷ്ടപ്പെട്ട സമയത്ത് തന്നെ കൂടുതൽ കടൽ അകത്തേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടി കല്ലും മറ്റുമൊക്കെ തീർത്തൊരു പ്രതിരോധം സൃഷ്ടിച്ചുവെങ്കിലും അത് പര്യാപ്തമാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഈ ശംഖുമുഖം തീരത്തോട് ചേർന്ന് ശംഖുമുഖം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് വരുമ്പോൾ ആറാട്ട് മണ്ഡപം സ്ഥിതി ചെയ്യുന്നുണ്ട്. KTDCയുടെ ചില സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ കടലേറ്റത്തിന്റെ ഒരു സാഹചര്യത്തിൽ അപകട ഭീതിയിലായ ഒരു അവസ്ഥയുണ്ട്. ഇതിനോട് ചേർന്ന് ഈ കടൽ നേരത്തെ ഈ 2018 ഓഖിയുമായി ബന്ധപ്പെട്ട് കടൽക്കയറ്റം ഉണ്ടായതിനു ശേഷം നിർമ്മിച്ച ഒരു നടപ്പാത ഉണ്ടായിരുന്നു. കാരണം തീരം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ എത്തുകയും അവർക്ക് നടന്ന് ആ സമയം ആസ്വദിക്കുന്നതിനൊക്കെ വേണ്ടി തീർത്ത ഒരു നടപ്പാത അത് ഭാഗികമായി തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിലാണ്. എന്തായാലും കടൽക്കയറ്റം ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ശംഖുമുഖം തീരമാകെ തകർന്നിരിക്കുകയാണ്.